ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8600 800120. കൊല്ലോ മനുഷ്യനെ. ഫോൺ താഴെ വീട് പൊട്ടിയനല്ല. ഫോണില് കാര്യമായിട്ട് എന്തോ ചെയ്യുമായിരുന്നല്ലോ. ഓ, താങ്കളെ തന്നെ വിളിക്കാൻ നോക്കുമായിരുന്നു. ഇന്നങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഓ, എന്നാ അങ്ങനെ വിളിക്കണ്ട, ഞാൻ ഇവിടെ എത്തിയല്ലോ. അമ്മായി ഫോൺ എടുത്ത് ബാക്കിയുള്ളവരെല്ലാം വിളിക്കാറിയാം, പക്ഷെ എന്നെ മാത്രം വിളിക്കാറിഞ്ഞൂടാ. അമ്മായി എന്തിനാ വിളിക്കുന്നേ? അമ്മായി ഇവിടെ ഇരിക്കല്ലേ? അയ്യോടി, തള്ളി അങ്ങ് മറിക്കുമല്ലോ. അമ്മായിയല്ലേ തള്ളിയേ സാമ്രാജ്യങ്ങളെ പരിചയമുള്ളെന്ന് പറഞ്ഞോണ്ട്? പിന്നെ എനിക്ക് പരിചയം ഉണ്ടെന്നേ. ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. എനിക്ക് കഴിക്കാൻ എന്തൊക്കെ മേടിച്ചെന്ന് അറിയോ? ചുമ്മാ. കണ്ടാ സ്നേഹം കണ്ടാ? ഓ, കണ്ട സ്നേഹമാണെന്നൊക്കെ തോന്നും. ഇയാള് പോടേ കുശുമ്പി. അമ്മായിക്ക് ശരിക്കും മജീഷ്യൻ സാമ്രാജ്യനെ പരിചയമുണ്ടോ? ആ, പരിചയമുണ്ട്. എന്നാ എങ്ങനാ പരിചയം? എങ്ങനെ പരിചയമെന്നാ? എടാ, പണ്ടേ ട്രിവാൻഡ്രത്ത് ഒരു ഈവന്റ് നടത്തുമായിരുന്നു. അതിന്റെ മെയിൻ പരിപാടിയായിരുന്നു മജീഷ്യൻ അങ്കിളുടെ മാജിക് ഷോ. അപ്പം അതിലൊരു കോർഡിനേറ്റർ ഞാനായിരുന്നേ, മെയിൻ കോർഡിനേറ്റർ. സ്റ്റേജിൽ മാജിക് ഷോ നടന്നുകൊണ്ടിരുന്നപ്പം എന്നെ സ്റ്റേജിലോട്ട് അങ്ങ് വിളിച്ചിട്ട് അങ്ങ് വാനിഷ് ആക്കി കളഞ്ഞേ. ചേടാ, ആ വഴി അങ്ങ് പോയാ പോരായിരുന്നു. എന്തിനാണ് വന്നത് അല്ലേ? എത്ര തള്ളു സഹിക്കണ്ടായിരുന്നു. ഞാൻ പറയണോ? ആ, അങ്ങനെ അതിനുശേഷം പിന്നെ അത്യാവശ്യം സംസാരിച്ച് നല്ല കമ്പനിയായി. പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഗൗരി, മോളെ, ശാർക്കരക്കാരി എന്നൊക്കെ ഒരേ വിളിയാണെന്നേ. തള്ളി അങ്ങ് വിട്ടോണം, ഒരു മയമില്ല. എന്തിനു വിളിക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ, അമ്മായി പറയണല്ലേ നമുക്കറിയാം. ഡേ, അങ്ങനെ പുള്ളി എറണാകുളത്തോട്ട് വന്നപ്പം ആക്സിഡന്റിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പുള്ളി എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്കിളെ നമുക്കൊന്ന് കണ്ടാലോന്ന്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇവ എന്നെ വിളിച്ചത്. ആര് വിളിച്ച്? എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ആ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചത്. എന്താ എമ്പളാക്കാൻ വേണ്ടി വിളിച്ചതും പോരാ, പുള്ളി എന്തിനു പോയ കാറ് വല്ലതും പോയപ്പോ ഹായ് വല്ലതും കാണിച്ചിട്ട് പോയോ? ഞാൻ പറയണ തീരെ വിശ്വാസമാവണല്ലേ. ഞാൻ അങ്കിളുടെ അടുത്ത് ഇത് തന്നെ പറഞ്ഞത്. അങ്കിളിനെ എനിക്ക് അറിയാന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമാവൂല. വിശ്വസിക്കാം. അങ്ങനാണെങ്കിൽ അങ്കിളിന്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോ. എനിക്ക് മാജിക് ഭയങ്കര ഇഷ്ടാ. ചിരിച്ചോണ്ടിരിക്കാനേ പറ്റൂ, അല്ല വേറെ നടക്കൂല. എടാ, അങ്കിളിനെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോണമെന്നില്ല. എന്റെ പൊന്നമ്മായി ചുമ്മാ കിടന്ന് ഉരുളല്ലേ. ചിലപ്പോ അമ്മായിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വല്ല പരിചയം കാണുമായിരിക്കും. അല്ലാണ്ട് അറിയാൻ പറ്റാ ബന്ധമാണ്, അത്ര കണക്ഷൻ ആണെന്നൊന്നും തള്ളല്ലേ. വിശ്വസിക്കാൻ പറ്റൂല, ഉടായിപ്പാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മച്ചാ ബന്ധമാണെന്ന് വിചാരിച്ചോ? എന്തുകൊണ്ട് ഈ നിമിഷം വരെ പുള്ളിനെ പരിചയം ഉണ്ടെന്ന് അമ്മായി പറഞ്ഞിട്ടില്ല? അതിനുള്ള സാഹചര്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. എനിക്കിതുപോലെ എത്ര പേരെ അറിയാം. മോഹൻലാല്, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, അങ്ങനെ എത്ര പേരെ എനിക്കറിയാം. ഇവരൊക്കെ അറിയാലേ അമ്മായിക്ക്. ഇവരെന്ന് അറിഞ്ഞില്ലെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരെ എനിക്കറിയാം. പിന്നെ നമ്മുടെ കൂത്താട്ടുള്ള രമേശ്, പിന്നെ നമ്മുടെ മറ്റേ കുന്നംകുളം സാജി, പിന്നെ എടപ്പള്ളി അമല, ഇവരൊക്കെ ഫ്രണ്ട്സ് അല്ലേ? അറിഞ്ഞൂടെ? ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന വലിയ പുള്ളിക്കാരാണ് ഇവരൊക്കെ. പക്ഷേ നമുക്കൊന്നും അറിഞ്ഞൂടെ, അമ്മായിക്ക് മാത്രമേ അറിയൂ. എടാ കേശു, ഞാൻ അങ്കിളിനെ മീറ്റ് ചെയ്തപ്പോ ഫോണിൽ കൂടെ നിങ്ങളെ വിളിച്ച് പറയാത്ത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ വിശ്വസിക്കൂലെന്ന് വെച്ച്. നിനക്കാരെ അറിയാടാ? ഇവിടെ ഉള്ള കുറച്ച് പെൺപിള്ളേരെ അല്ലാതെ അലീന, മെർലിൻ, സൗഭാഗ്യ, ശരണ്യ, അങ്ങനെ കുറെ പിള്ളേരല്ലേ നിനക്കറിയുള്ളൂ. അതൊക്കെ ആര്? എന്തായാലും നിങ്ങൾ എന്നെ ഇത്രയും വിശ്വസിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്റെ കൂടെ വാ. എങ്ങോട്ട് വരും? ആ വാ. അമ്മായി ഇപ്പോഴല്ലേ പുറത്തുനിന്ന് അകത്തോട്ട് വന്നേ. എടാ, നിങ്ങൾ വാടേ. എന്തോരടേ ഇത്? പിന്നെ വാടേ, വാ വാന്നേ. എന്തരമ്മായി? എന്തോ അമ്മായി? അല്ല, അമ്മ എങ്ങനെ കഴിച്ചൂടാ? അവരെ വിളിക്കണമെങ്കിൽ അകത്തോട്ട് പോണമായിരുന്നു, ഇങ്ങോട്ടല്ല വരണ്ടേ. അമ്മ കഴിച്ചി. നീ വന്നിട്ടിയാ? അല്ല, നീ വന്നിട്ട് എന്താ ഇവിടെ തന്നെ അടുക്കളയിലോട്ട് വരാൻ? എന്താ? അയ്യോ, അടുക്കളോട്ട് വരാന്ന് വിചാരിച്ചാണ്, വഴി തെറ്റിപ്പോയി ഫ്രണ്ടിൽ കൂടെ കയറി. എന്നാ നീങ്ക എല്ലാം ഇങ്ങേ നിക്കറീങ്ക? ആ, അതൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറയണത് നിങ്ങൾ എല്ലാവരും ഏറ്റു പറയണം. ശരി, പറയോ? പറയോ? അയ്യോ, അതല്ല. എന്റെ ദൈവമേ, അയ്യോ അതല്ല, ഞാൻ പറയണ മന്ത്രം നിങ്ങൾ എല്ലാരും ഏറ്റു പറയുമെന്ന്. അങ്ങനെ അല്ല, എന്തിനു മന്ത്രം? എടേ, ഒന്ന് പറയടേ.
പറയാം. പറയോ? അബ്രാക്കഡാബ്ര. പറയടേ ഒന്ന്. ഒന്നുകൂടെ പറഞ്ഞേ. അബ്രാക്കഡാബ്ര. ഇനി എല്ലാരും ദേ അങ്ങോട്ട് നോക്കി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.